Hello all. So this is Urshad here from X and Y. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ the very first chapter from our NCERT class 11 സെറ്റ്സ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് സെറ്റ്സ്. നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ടേം കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഇതുവരെ നമ്പേഴ്സിനെ പറ്റിയാണ് മാത്സിൽ കൂടുതലും ഡിസ്കസ് ചെയ്ത നമ്പർ അല്ലെങ്കിൽ ഓൾജിബ്ര. ആദ്യമായിട്ടായിരിക്കും നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 11th വരുന്ന ഒരു കുട്ടി സെറ്റ്സ് എന്താണെന്ന് കേൾക്കാം. നമുക്ക് നോക്കാം സെറ്റ്സിന്റെ ഡെഫിനിഷൻ എന്താ നോക്കുക. എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, അതിനാണ് നമ്മൾ എന്താ പറയാ സെറ്റ്സ് എന്ന് പറയാ. വെൽ ഡിഫൈൻഡ്, അതായത് ഇവിടെ വെരി ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. പ്രോപ്പറായി നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, അതിനെയാണ് നമ്മൾ സെറ്റ്സ് എന്ന് പറയാ. കൂടുതൽ എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഒബ്ജക്ട്സോ നമ്പേഴ്സോ വാട്ട് എവർ എന്ത് വേണേലും ആയിക്കോട്ടെ. സോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അതിന് നമുക്ക് എന്ത് പറയാം, സെറ്റ്സ് എന്ന് പറയാം. ആൻഡ് യൂഷ്വലി സെറ്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക ബ്രേസസ് വെച്ചായിരിക്കും നമ്മൾ സെറ്റ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇവിടെ ഇങ്ങനെ ബ്രേസസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ സാധാരണ ഇടുന്ന ബ്രാക്കറ്റ് അല്ല, നമ്മളിങ്ങനെ ഓപ്പൺ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഒക്കെ ഇടും. പക്ഷേ സെറ്റ്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇതുപോലെ ബ്രേസസ് വെച്ചായിരിക്കും. ഓക്കെ, ആൻഡ് വേറെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതൊരു സെറ്റാണ്. ദെൻ റിയൽ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, ഇതൊക്കെ എന്താണ് ഒരു സെറ്റാണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഇതുവരെ കാണാത്ത വേറെ കുറച്ച് റെപ്രസെന്റേഷൻ ഇവിടെ കാണും. അതായത് ഇങ്ങനൊരു ചിഹ്നം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ എ എന്നല്ല, അതിനെ പറയാ എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ. അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ് എ, സ്മോൾ ലെറ്റർ എ, അല്ലെങ്കിൽ എ ബിലോങ്സ് ടു എ. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഞാനിവിടെ എഴുതി കാണിച്ചു തരാം, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ലിസൺ ചെയ്യാം. അതായത് നമ്മൾക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ഓക്കെ, സെറ്റ് നമ്മൾക്ക് ഏതൊരു ലെറ്റർ വെച്ച് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. അതിൽ ഞാൻ സെറ്റ് ഓഫ് ഓൾ വോവൽസ് ചെയ്ത് എ ഇ ഐ ഒ യു, ഇതാണ് ഞാൻ എഴുതിയ സെറ്റ് ഓഫ് ഓൾ വോവൽസ്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എ എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു എലമെന്റ്, ഈ എ എന്ന് പറയുന്ന ഒരു സെറ്റിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, സ്മോൾ ലെറ്റർ എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ, അല്ലെങ്കിൽ നമ്മൾ എ ബിലോങ്സ് ടു എ എന്നും നമ്മൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അടുത്തൊരു സ്ലൈഡിലോട്ട് പോവാണ്. ഒരു ചോദ്യമുണ്ട്, സെറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലേതാ വെൽ ഡിഫൈൻഡ് അല്ലാത്തതെന്ന്, അതായത് ഇതിൽ ഏതല്ല സെറ്റ്. സോ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഏതൊക്കെയാ സെറ്റ് എന്ന് കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, സോ ഓപ്ഷൻ എ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സോ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ സെറ്റ് ആണോ? യെസ്, ഡെഫിനറ്റ്ലി നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്, സെറ്റ് ആണ്, പ്രോപ്പർലി ഡിഫൈൻഡ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്താ നമുക്ക് പ്രോപ്പർലി പറയാൻ പറ്റും. അതായത് 1 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പേഴ്സ് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ആൻഡ് റിവേഴ്സ് ഓഫ് ഇന്ത്യ, അതും വെൽ ഡിഫൈൻഡ് ആണ്. നിങ്ങൾ ആ ഒരു ചോദ്യം വന്ന് എന്നോട് ചോദിച്ചാലും വേറെ ആളോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും ആൻസർ വിൽ ബി ദി സെയിം, റിവേഴ്സ് ഓഫ് ഇന്ത്യ. ആൻഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ്, ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് ഉള്ളതെന്ന് ആരോട് ചോദിച്ചാലും ആൻസർ വിൽ ബി ദി സെയിം. പക്ഷേ 4th ഓപ്ഷൻ നോക്കിക്കോളൂ, ദ 5 മോസ്റ്റ് റിനോൺഡ് മാത്തമാറ്റീഷ്യൻസ് ഓഫ് ദി വേൾഡ്. റിനോൺഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫേമസ്. സോ എന്നോട് 5 മോസ്റ്റ് ഫേമസ് സയന്റിസ്റ്റ് അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ പെർസ്പെക്റ്റീവിലുള്ള 5 ആൾക്കാരായിരിക്കും ഞാൻ പറയാം. സെയിം ആൻസർ തന്നെ നിങ്ങൾ പറയണമെന്നില്ലല്ലോ, വേറൊരു വ്യക്തി അങ്ങനെ പറയണമെന്നില്ലല്ലോ. സോ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി, ഇതെന്തല്ല, വെൽ ഡിഫൈൻഡ് അല്ല. അപ്പൊ ഈ 3 എണ്ണം എന്താണ്, സെറ്റ്സ് ആണ്. ഇതെന്തല്ല, സെറ്റ് അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, സോ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്. സോ അടുത്തൊരു സ്ലൈഡിലോട്ട് പോയി നോക്കാം. റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്, സെറ്റ്സിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ 2 രീതിയിൽ സെറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തത് റോസ്റ്റർ ഫോം, സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ ഫോം. നമുക്ക് റോസ്റ്റർ ഫോം എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് ഇൻ ദിസ് ഫോം സെറ്റ്സ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ലിസ്റ്റിംഗ് എലമെന്റ്സ് സെപ്പറേറ്റഡ് ബൈ കോമാസ് വിത്തിൻ ബ്രേസസ്. ഒന്നുമില്ല, സിമ്പിളായി പറയുകയാണെങ്കിൽ സെറ്റ്സിനെ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ബ്രേസ് വെച്ചായിരിക്കും. അതിനകത്ത് എലമെന്റ്സ് ഉണ്ടാവും. ഇനി എലമെന്റ്സ് ഐ ആം ടെല്ലിംഗ് 2 4 എക്സെട്ര. ഓക്കെ, ഇതിലുള്ള ഓരോ എലമെന്റ്സും സെപ്പറേറ്റഡ് ബൈ കോമാസ്, അതായത് കോമാസ് വെച്ചായിരിക്കും എലമെന്റ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള. ഇങ്ങനെ സെറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, റോസ്റ്റർ ഫോം എന്ന് പറയും. ഇനി ഇവിടെ സെറ്റ് ബിൽഡർ ഫോം ഉണ്ട്. സെറ്റ് ബിൽഡർ ഫോം എന്താ നോക്കാം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ഫോം സെറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദി ക്യാരക്ടറൈസിംഗ് പ്രോപ്പർട്ടി ഓഫ് ദി എലമെന്റ്. അതായത് ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി വെച്ചായിരിക്കും ആ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്തതെന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ചോദിച്ചാൽ ഞാൻ എങ്ങനെ എഴുതേണ്ടി വരും? ഞാൻ ആ ഒരു സെറ്റിനെ ബി എന്ന് വിളിച്ചാൽ ബി ഈസ് ഈക്വൽ ടു ബ്രേസ് 1 2 3 4 5 ഇങ്ങനെ എക്സെട്രാ ഇട്ട് പോകേണ്ടി വരും. ഇൻഫിനിറ്റി വരെ എനിക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല.
സോ ഇത് എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ സെറ്റ് ബിൽഡർ ഫോമിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായി എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ ബി എന്ന് പറയുന്ന ഒരു സെറ്റിനെ ബി ഈസ് ഈക്വൽ ടു എനിക്ക് ബ്രേസ് ഇട്ടതിന് ശേഷം എക്സ്, ഓക്കെ, എന്നിട്ട് 2 ഡോട്ട് ഇട്ടാൽ ഇതിനെ നമ്മൾ വായിക്കുക സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എക്സ് ഓഫ് ഓൾ സച്ച് ദാറ്റ് ഇത് നമുക്ക് പറയാൻ പറ്റും എക്സ് ഈസ് ഈക്വൽ ടു എൻ, എക്സ് ഈസ് ഈക്വൽ ടു എൻ. അതായത് ഓരോ എലമെന്റിനും എനിക്ക് എൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം, കോമ എൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. സോ ഇവിടെ എന്നിന് ഞാൻ 1 ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഇതിലെ ആദ്യത്തെ എലമെന്റ് എന്ത് വന്നു, 1 എന്ന് വന്നു. അവിടെ എന്നിന് 2 ഇട്ട് കൊടുത്താൽ 2 എന്ന് വന്നു. ഓക്കെ, 3 ഇട്ട് കൊടുത്താൽ 3 എന്ന് വരും. ഓക്കെ, സോ അത് ക്ലിയർ ആണ്. നമുക്കിത് കൂടുതലും കമ്മിങ് സ്ലൈഡ്സിൽ മനസ്സിലാവും. സോ അടുത്തൊരു സ്ലൈഡിലോട്ട് പോവാണ്. എക്സ്പ്രസ് എ ഈസ് ഈക്വൽ ടു എക്സ്, സെറ്റ് എ ഒരു സെറ്റ് തന്നിട്ടുണ്ട് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ. ഓക്കെ, എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിലെ ഒരു എലമെന്റ് ആണ് എന്ത്, എക്സ്. ഓക്കെ, എക്സ് ഇസ് ഇക്വൽ ടു 2 റേസ് ടു എൻ. ഇതിനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ. സോ ഞാൻ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്നിന് 1 ഇട്ട് കൊടുക്കാം. എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ 2 റേസ് ടു 1 എത്രയാണ് നമുക്കറിയാം, 1 ആണ്. 2 റേസ് ടു 1 എത്രയാണ്, 2. ഇനി 2 റേസ് ടു എന്നിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 റേസ് ടു 2, 2 റേസ് ടു 2 എത്രയാ, 4. എന്നിന് 3 ഇട്ട് കൊടുക്കുമ്പോഴോ 2 റേസ് ടു 3, 8. എന്നിന് 4 ഇട്ട് കൊടുക്കുമ്പോൾ 2 റേസ് ടു 4, 16, എക്സെട്ര ഇങ്ങനെ പോകും, n ഇൻഫിനിറ്റി വരെ പോകും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻസർ ഏതാ? അല്ല, അത് 2 4 6 8 ആയിരുന്നു. 2 4 8 16. ആൻസർ ഏതാ? ഓപ്ഷൻ ബി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അടുത്തൊരു സ്ലൈഡിലോട്ട് പോകണം. നമ്മൾ ചെയ്ത ആൻസർ ശരിയായിരുന്നു. അടുത്ത റൈറ്റ് ദിസ് സെറ്റ് എ ഇസ് ഇക്വൽ ടു, സെറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിന് ഏത് ഫോമിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിലോട്ട് ഈ പറയുന്ന സെറ്റിന് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യണം. സെറ്റ് ബിൽഡർ ഫോമിലൂടെ എന്താ തന്നിട്ടുള്ളത്? സെറ്റ് ഓഫ് ഓൾ എ ഇസ് ഈക്വൽ ടു 5 25 125 625. സോ സാറേ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു പാറ്റേൺ. എവിടെയാണ് കണ്ടിട്ടുള്ളത്? യെസ്, നമുക്കറിയാം ഇതെന്താ 5ന്റെ പവർ ആണ്. 5 റേസ് ടു 1 ആണ് 5, 5 സ്ക്വയർ 25, 5 ക്യൂബ് 125, 5 റേസ് ടു 4 625. സോ ഡെഫിനറ്റ്ലി n എത്രയായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. സോ നമുക്ക് ഇതിനെ ജനറലി നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നോക്കിക്കോളൂ, ഒന്നുമില്ല. ആദ്യം ഒരു ബ്രേസ് ചെയ്തും എന്നിട്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ്, എക്സ് ഓഫ് ഓൾ സച്ച് ദാറ്റ് എക്സ്, എക്സിന് ഏത് വാല്യൂ കൊടുക്കണേ? എക്സ് ഇസ് ഇക്വൽ ടു 5 റേസ് ടു n. ഓക്കെ, എന്നിന് ഏത് വാല്യൂ കൊടുക്കണേ? n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യണത് 1 തൊട്ടാണ്, 1 ടു ഇൻഫിനിറ്റി. അപ്പൊ എന്നിന് 1 കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെയുള്ള ആദ്യത്തെ വാല്യൂ കിട്ടും. എന്നിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 25 125 എക്സെട്ര ആൻഡ് സോ ഓൺ. സോ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യണത്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. പെട്ടെന്ന് ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് പോയി നോക്കാം. ടൈപ്സ് ഓഫ് സെറ്റ്സ്. ഒരുപാട് ടൈപ്സ് ഓഫ് സെറ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ അരിത്മെറ്റിക് ഓപ്പറേഷൻ പഠിക്കുമ്പോൾ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, എല്ലാത്തിനും എന്ത് പഠിക്കുകയാണെങ്കിലും അതിന്റെ പല പല വിധങ്ങളുണ്ട്. അപ്പൊ ഈ സെറ്റ്സിന്റെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. സോ ടൈപ്സ് ഓഫ് സെറ്റ്സിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ള നൾ സെറ്റ് ഓർ എം ടി സെറ്റ്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. നൾ സെറ്റ് ഓർ എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഹാവിംഗ് നോ എലമെന്റ്സ് ഇൻ ഇറ്റ്. ഏതെങ്കിലും ഒരു സെറ്റിൽ ഒരു എലമെന്റും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? എം ടി സെറ്റ് എന്ന് പറയും. ആൻഡ് വൺ മോർ ഇമ്പോർട്ടന്റ് തിങ്, ഇതിനെ റെപ്രസെന്റ് ചെയ്യണ ഒരു ഗ്രീക്ക് ലെറ്റർ ആയ 5 വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് എഴുതുക, ഒരു വര ദെൻ ഒരു 0. ഓക്കെ, 5ന്റെ സ്പെല്ലിംഗ് PHI. അല്ലെങ്കിൽ നമ്മളൊരു ബ്രേസ് ഇടും, ബ്രേസിനകത്ത് എലമെന്റ്സ് ഇടൂല. ഓക്കെ, ഇങ്ങനെ ഒരു ബ്രേസ് ഇടും, അതിനകത്ത് എലമെന്റ്സ് ഇടൂല. ഇങ്ങനെയാണ് നമ്മൾ നൾ സെറ്റ്. അതായത് ആ ഒരു സെറ്റിനകത്ത് എന്തില്ല? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എം ടി. അതിനകത്ത് എന്തില്ല? എലമെന്റ്സ് ഇല്ല. അടുത്തത് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ഈ ഒരു സെറ്റിൽ എന്തേ ഉള്ളൂ? ഒറ്റൊരു എലമെന്റേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയാം. അടുത്തത് ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ആ ഒരു സെറ്റിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ. എന്താണ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സെറ്റ് എഴുതി, സെറ്റ് 1 2 3. എത്ര എലമെന്റ്സ് ഇതിലുള്ള? 3. അത് ഫൈനൈറ്റ് ആണ്. കൗണ്ടബിൾ ആണോ? കൗണ്ടബിൾ ആണ്. ഓക്കെ, എനിക്ക് എണ്ണാൻ പറ്റും. അതിന് ഇവിടെ ഞാൻ വേറൊരു സെറ്റ് എഴുതി 2 4 6 8 എക്സെട്ര എന്ന് എഴുതി. ഇവിടെ ഇത് ഫൈനൈറ്റ് ആണോ? ഇറ്റ് വിൽ ഗോ ഓൺ ടിൽ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോയിക്കൊണ്ടേക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് പറയാം എന്തല്ല, ഇത് ഫൈനൈറ്റ് അല്ല, ഇതെന്താണ്? ഫൈനൈറ്റ് ആണ്. ഓക്കെ,
ആൻഡ് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സിനെ നമ്മൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്ക് എത്ര എലമെന്റ്സ് ഉണ്ട്, 1 2 3 നമ്പർ ഓഫ് എലമെന്റ്സിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് എലമെന്റ്സിനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഡിനൽ നമ്പർ, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഫൈനൈറ്റ് സെറ്റ്, അല്ലെങ്കിൽ കാർഡിനൽ നമ്പർ. ഇവിടെ നോക്കുക, നമുക്കൊരു സെറ്റ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സെറ്റ് A is equal to 2 3 4 6. അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 1 2 3 4. സോ ഇതിന്റെ കാർഡിനൽ നമ്പർ എന്ത് വിളിക്കും, n of A is equal to 4. ഇതിനെ നമ്മൾ n of A എന്നാണ് വിളിക്കുക. ഓക്കെ, കാർഡിനൽ നമ്പർ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, n of A. ഇങ്ങനെ പറഞ്ഞാൽ A എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 4. അങ്ങനെയാണ് n of A is equal to 4 എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻഫൈനൈറ്റ് സെറ്റ്. ഞാൻ പറഞ്ഞു ഒരു സെറ്റിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഫൈനൈറ്റ് സെറ്റ്. ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് എലമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഓക്കെ, സോ നെക്സ്റ്റ് 1 second. ഓക്കെ, നെക്സ്റ്റ് വൺ ഈക്വൽ സെറ്റ്സ്. എന്താണ് ഈക്വൽ സെറ്റ്? അതായത് 2 sets ആർ ഈക്വൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതായത് 2 സെറ്റ് ഈക്വൽ ആണ്. എവ്രി എലമെന്റ് ഓഫ് A ഈസ് മെമ്പർ ഓഫ് B, ഓൾസോ എവ്രി എലമെന്റ് ഓഫ് B ഈസ് മെമ്പർ ഓഫ് A. ഒന്നുമില്ല, സിമ്പിളായി പറയുകയാണെങ്കിൽ സപ്പോസ് ഇഫ് ഐ എം ഹാവിംഗ് 2 സെറ്റ് A ഈസ് ഈക്വൽ ടു 1 3 5. okay, and I am writing set B is equal to 3 1 5. എയിലുള്ള എല്ലാ എലമെന്റും ബിയിൽ ഉണ്ടോ, ഉണ്ട്. 1 ഉണ്ട്, 3 ഉണ്ടോ, 3 ഉണ്ട്, 5 ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, സെറ്റ് എയും സെറ്റ് ബിയും എന്താന്ന് പറയാൻ പറ്റും, ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഈക്വൽ സെറ്റും ക്ലിയർ ആയി, ഇൻഫൈനൈറ്റ് സെറ്റും ക്ലിയർ ആയി. നെക്സ്റ്റ് വൺ ഈക്വാലന്റ് സെറ്റ്. നമ്മൾ പേര് കേട്ടാൽ രണ്ടും സിമിലർ ആണ് എന്ന് തോന്നും, പക്ഷേ ഈക്വൽ സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും എന്താണ്, രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഈക്വാലന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സും ബിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈക്വാലന്റ് സെറ്റിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി തരാം. അതായത് എ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു സെറ്റ്. ഓക്കെ, സ്ലൈഡ് ചേഞ്ച് ആയി, 1 second. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് ആണ് 2 4 5 8. ഓക്കെ, ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, ഇത് ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഒന്നുമല്ല. ആൻഡ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ്, ബി എന്ന് പറയുന്ന ആ ഒരു സെറ്റിലുള്ള എലമെന്റ്സ് ആണ് 1 4 9 7. ഈ 2 സെറ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണോ, എലമെന്റ്സ് സെയിം അല്ല എന്ന് അറിയാം. ഇവിടെ 2 ഇല്ല, ഇവിടെ 2 ഇല്ല, പക്ഷെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇവിടെ നമുക്ക് നോക്കാം. n of A എത്രയാണ്, ഇവിടെ n of A എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. ഇവിടെ നമുക്ക് ഇവിടെ കൗണ്ട് ചെയ്യാൻ പറ്റും, 1 2 3 4. ഇവിടെ n of B എത്രയാണ്, അതും 4 ആണ്. സോ നമ്മൾക്ക് n of B എത്രയാന്ന് പറയാം, അതും 4 എന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഈക്വലന്റ് സെറ്റ്, കാർഡിനൽ നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, 2 സെറ്റിന്റെയും കാർഡിനൽ നമ്പർ ഈക്വൽ ആണ്, നമുക്ക് അതിനെന്ത് പറയാം, ഈക്വലന്റ് സെറ്റ് എന്ന് പറയാം. ഓക്കെ, so going to the next slide. So this is one of the really important topic from this chapter, subset. So subset എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് let A and B 2 sets. Okay, ആയിക്കോട്ടെ, കുഴപ്പമില്ല, 2 സെറ്റ് ഉണ്ട്. If every element of A is an element of B, then A is called the subset of B. Very important. If every element is an element of B, then A is called the subset of B. Okay, subset നമ്മൾ റെപ്രസെന്റ് ചെയ്യണേ, ഇത് നോക്കിക്കോ, C അല്ല, അതിനെ സബ്സെറ്റ് എന്നാ പറയാ. A സബ്സെറ്റ് ഓഫ് B. എക്സാമ്പിൾ പറഞ്ഞുതരാം, കുഴപ്പമില്ല, ശ്രദ്ധിച്ചോളൂ. അതായത് എനിക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, അതിലുള്ള എലമെന്റ്സ് ആണ് 1 2. ആൻഡ് ഐ ഹാവ് എ അനദർ സെറ്റ് കോൾഡ് ബി, അതിലുള്ള എലമെന്റ്സ് ആണ് 5 2 3 1 5. ഇവിടെ എനിക്ക് ബി ഉണ്ട്, എ ഉണ്ട്. ഓക്കെ, ആൻഡ് ബിയിലുള്ള എലമെന്റ് എയിലുണ്ടോ, യെസ്, ഡെഫിനറ്റ്ലി ഉണ്ട്. ബിയിലുള്ള എലമെന്റ് 1 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ലാർജർ സെറ്റ് ഏതാ, യെസ്, ബി ആണ് ഇവിടെ ലാർജർ സെറ്റ്. സോ ദാറ്റ് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ബി ലാർജർ സെറ്റ്, അതായത് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എത്രയാണ്, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയാ, സബ്സെറ്റ്. ഇനി വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, അതായത്
number of subsets of a set containing n elements is equal to 2 raised to n. ഓക്കെ, മനസ്സിലാവൂല, ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്കൊരു സെറ്റ് ഉണ്ട്, അതായത് സി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, അതിലുള്ള എലമെന്റ്സ് ആണ് 1 3 5. സോ ഇത് വെച്ച് എനിക്ക് ഇഷ്ടം പോലെ സബ്സെറ്റ്സ് എഴുതാൻ പറ്റും. അതായത് എനിക്ക് സെറ്റ് 1 എഴുതാൻ പറ്റും, സെറ്റ് 1,5 എന്ന് എഴുതാം, സെറ്റ് 1,3 എന്ന് എഴുതാം. എനിക്കിത് അലോൺ ആയിട്ടോ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടോ എങ്ങനെ വേണേലും സെറ്റ് ചെയ്താൻ പറ്റും. അങ്ങനെ n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് വെച്ച് എത്ര സബ്സെറ്റ് എഴുതാൻ പറ്റും എന്ന് ചോദിച്ചാൽ അതിന്റെ ഇക്വേഷൻ ആണ് 2 raised to n, വേർ n ഈസ് ദി n എന്തായിരിക്കും, അതിലുള്ള കാർഡിനൽ നമ്പർ, അതായത് അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയാ, n എന്ന് പറയാ. സോ ഇവിടെ നോക്ക്, സി എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 3 എലമെന്റ് ഉണ്ട്. സോ ഇവിടെ 2 raised to 3 ചെയ്താൽ എനിക്ക് എത്ര കിട്ടും, 8 എന്ന് കിട്ടും. ക്ലിയർ? സോ നെക്സ്റ്റ് പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ്, അപ്പൊ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ there must be something called improper subset. ഓക്കെ, ശരിക്കും സബ്സെറ്റ് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്കേ ഉള്ളൂ പ്രോപ്പർ സബ്സെറ്റ്. അതായത് നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സെറ്റിന്റെ സബ്സെറ്റ് എഴുതുമ്പോൾ നമ്മൾ അതിൽ ആരെ ഇൻക്ലൂഡ് ചെയ്യും, നൾ സെറ്റിനെ ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഇവിടെ എന്റെ മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സൽ സെറ്റിന് പറയും ഇവിടെ ദ ഒറിജിനൽ ലാർജർ സെറ്റ് ഏതാ, C is equal to original larger set, C is equal to 1, 3, 5. അതിൽ നിന്ന് എനിക്ക് ഷോർട്ടർ സെറ്റ് ചെയ്താം 1, 1,5, 1,3 എക്സെട്ര ഇങ്ങനെ എഴുതി പോവാം. ഓക്കെ, സോ ഇങ്ങനെ എഴുതി പോകുമ്പോൾ എനിക്ക് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, എന്താ, എനിക്ക് ഇതിലുള്ള ഏതൊരു എലമെന്റിനെയും ചൂസ് ചെയ്യാതെ വേണേ നിൽക്കാം. അങ്ങനെയുള്ള ആ ഒരു സെറ്റ് എന്തായിരിക്കും, 5. അതിനാണ് നമ്മൾ എന്ത് പറയാ, 5 എന്ന് പറയാ. സോ നമ്പർ ഓഫ് സബ്സെറ്റ്സിൽ എന്ത് പെടും, 5ഉം പെടും. ഓക്കെ, 5നെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സെറ്റ് കണ്ടാൽ അതിൽ നിന്ന് സ്മോളർ സെറ്റ്സ് ഒക്കെ നമ്മൾക്ക് എഴുതാൻ പറ്റും. സോ ആ സ്മോളർ സെറ്റിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് ആര്, 5. സോ എന്നാൽ ഇവിടെ നോക്കിക്കോ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 5നെ കൺസിഡർ ചെയ്യുന്നില്ല. 5 അല്ലാത്ത നമ്മൾക്ക് വേറെ എത്ര സെറ്റ് എഴുതാം, അതിനാണ് നമ്മൾ എന്ത് പറയാ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്. സോ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഈക്വൽ ടു 2 raised to n minus 1. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 raised to n ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് പവർ സെറ്റ്. ഇതാണ് കുറച്ചുകൂടി കൺഫ്യൂസിങ്. സോ നമ്മൾ ഓൾറെഡി സബ്സെറ്റ് പഠിച്ചു, പ്രോപ്പർ സബ്സെറ്റ് പഠിച്ചു. സോ പവർ സെറ്റിൽ എവിടെ ഉള്ളത്, ഇഫ് എസ് ഈസ് എനി സെറ്റ് then the family of all the subsets of S is called the power set of S. മനസ്സിലായില്ലല്ലോ, ഐ നോ. അതായത് എനിക്കൊരു സെറ്റ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഐ എം റൈറ്റിംഗ് A is equal to 3, 4, 5. ഇതാണ് എൻ്റെ എന്ത്, ഒരു സെറ്റ്. ഡെഫിനിഷൻ നോക്ക്, ഇഫ് എസ് ഈസ് എനി സെറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വിരോധം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഞാൻ എസ് എന്ന് മാറ്റാം. ഓക്കെ, എക്ക് പകരം എസ് എന്ന് എഴുതാം, ഇപ്പൊ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഓക്കെ, ഇഫ് എസ് ഈസ് എനി സെറ്റ് then the family of all the subsets of S is called the power set of S. സിമ്പിൾ ആയി പറഞ്ഞാൽ ഈ 3ഉം 4ഉം 5ഉം വെച്ച് എനിക്ക് എത്ര സെറ്റ് എഴുതാൻ പറ്റും അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്, 3 എലമെന്റ് ഉണ്ട്. ദാറ്റ് മീൻസ് 2 raised to 3, 8 എലമെന്റ് എഴുതാൻ പറ്റും. എത്ര എലമെന്റ് എഴുതാൻ പറ്റും, 8. അതായത് 8 സെറ്റ്, ഈ ഒരു 3 എലമെന്റ് വെച്ച് 8 സെറ്റ് എഴുതാൻ പറ്റും. ഓക്കെ, അതിലുള്ള ഓരോ സെറ്റ്, ഇപ്പൊ എനിക്ക് 3, 4, 5 വെച്ച് സെറ്റ് 3, 4 എന്ന് എഴുതിക്കൂടെ, എനിക്ക് സെറ്റ് 5 അലോൺ എഴുതിക്കൂടെ, എനിക്ക് 5 അലോൺ എഴുതിക്കൂടെ, 5 അലോൺ എഴുതിക്കൂടെ. സോ ദാറ്റ് മീൻസ് ഇവിടെ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 raised to 3 വരണ 8 സബ്സെറ്റ് ഇല്ലേ, ആ 8 സബ്സെറ്റിന്റെ ഫാമിലിനെ ടുഗെദർ അല്ലെങ്കിൽ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് എന്ത്, പവർ സെറ്റ്. അതായത് ഇപ്പൊ കൺഫ്യൂഷൻ മാറിക്കാണും. അതായത് നമുക്ക് ഒരു നോർമലായ ഒരു ലാർജർ സെറ്റ് ഉണ്ട്, ലാർജർ സെറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഷോർട്ടർ സെറ്റ്സിനാണ് നമ്മൾ എന്ത് പറയാ, ഷോർട്ടർ സെറ്റ്സിനാണ് നമ്മൾ എന്ത് പറയാ, സബ്സെറ്റ്. ഓക്കെ, സോ സബ്സെറ്റ് 1 ആവാം, 2 ആവാം, എത്ര വേണേലും ആവാം. പക്ഷെ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലാർജർ സെറ്റിൽ നിന്ന് എഴുതാൻ പറ്റുന്ന എല്ലാ സബ്സെറ്റ്സിനെയും കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് എന്ത്, പവർ സെറ്റ്. ഓക്കെ, ആൻഡ് അങ്ങനെയാണെങ്കിൽ അടുത്ത എന്തായിരിക്കും, യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, അതായത് നേരെ തിരിച്ചാണ്. ഒരു ലാർജർ സെറ്റിൽ നിന്ന് നമ്മൾക്ക് ഡിറൈവ് ചെയ്ത് ചെറിയ ചെറിയ സെറ്റ് എഴുതാൻ പറ്റുവാണെങ്കിൽ ചെറിയ ചെറിയ സെറ്റൊക്കെ ഡിറൈവ് ചെയ്യുന്നത് എവിടെ നിന്നാണോ അതിനാണ് നമ്മൾ എന്ത് പറയാ, യൂണിവേഴ്സൽ സെറ്റ്. സോ ഇവിടെ 3, 4, 5, 5 ഇതൊക്കെ സബ്സെറ്റ് ആണെങ്കിൽ ഈ 3, 4, 5 ആണ് എന്ത്, യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, സബ്സെറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അതിനാണ് നമ്മൾ എന്ത് പറയാ, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തോടെ ഒരു ചോദ്യം, നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻഡ് ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ദി സെറ്റ് -1, 0, 1. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ഇതെങ്ങനെയാ ചെയ്യാ,
കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എലമെന്റ്സ് എത്രയാന്ന് നോക്കാം. തൽക്കാലം ഞാൻ ഈ ഒരു സെറ്റിന് പേര് വിളിക്കാൻ പോവാണ്. എനിക്ക് പേര് വിളിക്കാത്ത ചെയ്യാൻ ഇഷ്ടമല്ല, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ നമ്മുടെ പേര് വിളിക്കുവാണ്. സോ എനിക്ക് ഈ ഒരു സെറ്റിനെ എ എന്ന് വിളിക്കാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ -1 0 1. ഇതിനെ എനിക്ക് എന്ത് വിളിക്കാം? ഇതിലുള്ള സെറ്റ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ n ഓഫ് എ കണ്ടുപിടിക്കുകയാണെങ്കിൽ n ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ കാർഡിനൽ നമ്പർ, അതായത് അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇതിലുള്ള എല്ലാ സബ്സെറ്റ്സിനെയും ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 2⁻³ ആണ് എന്ത്? 8. സോ എനിക്ക് എക്സാക്ട്ലി എത്ര എലമെന്റ്സ് വേണം? 8 എലമെന്റ്സ് വേണം. ഈ 3 എലമെന്റ് വെച്ച് എനിക്ക് 8 സെറ്റ് ഉണ്ടാക്കാം. ഓക്കെ, സോറി, 8 എലമെന്റ് അല്ല, 8 സെറ്റ് ഉണ്ടാക്കാം. ദാറ്റ് മീൻസ് ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റാം ഇവിടുത്തെ ടോട്ടൽ സബ്സെറ്റ്സ് -1 0 1 ആണ് നമ്മുടെ മെയിൻ സെറ്റ്. സോ ആദ്യത്തത് -1 സെറ്റ്, ഇതൊരു സബ്സെറ്റ് ആണ്. പിന്നെ സെറ്റ് 0, സെറ്റ് 1, എത്ര സബ്സെറ്റ് ആയി? 3 സബ്സെറ്റ് ആയി. നെക്സ്റ്റ് എനിക്ക് എഴുതാം, കോമ്പിനേഷൻ ആയി എഴുതാം. -1, 0, -1, 1. അടുത്ത സബ്സെറ്റ് എനിക്ക് എഴുതാം 0, 1. സോ ഇപ്പൊ എത്ര എഴുതി നോക്കിയാൽ 1 2 3 4 5 6. അടുത്തൊരു സെറ്റ് നമുക്ക് എഴുതാം, ദ എൻറ്റയർ സെറ്റ് ഇറ്റ് സെൽഫ്. അതും എന്താണ്? അതിന്റെ സബ്സെറ്റ് ആണ്. -1 0 1. ഇപ്പൊ 1 2 3 4 5 6 7. ഇനി ഒരാളും കൂടിയുണ്ട്. ആരാ? 5. എനിക്ക് ഇതിൽ നിന്ന് ഒന്നും എഴുതാത്തക്കാലോ, അതിന് നമ്മൾ എന്ത് പറയും? 5 എന്ന് പറയും. ഓക്കെ, പക്ഷെ 5ക്ക് ഒരിക്കലും നമ്മൾ എന്ത് ഇടൂല? ബ്രേസ് ഇടൂല. 5ക്ക് ബ്രേസ് ഇട്ടാൽ അതിനെ നമ്മൾ എക്സ്ട്രാ എലമെന്റ് ആയി കൺസിഡർ ചെയ്യും. ഓക്കെ, സോ 5 എന്തില്ല? ബ്രേസ് ഇല്ല. സോ ഇതാണ് ഇതിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ എനിക്ക് ഇവിടെ 0, -1 എന്ന് എഴുതിക്കൂടെ? എഴുതാം, പക്ഷെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അൺഓർഡേർഡ് ആണ്, ഓർഡേർഡിൽ തന്നെ എഴുതണം എന്നില്ല. ഓക്കെ, സോ ഇറ്റ് വോണ്ട് റിപ്പീറ്റ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ചെയ്ത ആൻസർ ശരിയാണോ അല്ലേ നമുക്ക് നോക്കാം. യെസ്, ശരിയാണ്. നോക്കി എന്തൊക്കെയാ? 5 നമ്മൾ എഴുതിയിട്ടുണ്ട്. -1 0 1 -1 0 -1 1 0 1 -1 0 1. ഇതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ആൻസർ വാസ് വാട്ട്? ട്രൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് സെറ്റ്. ഇത് ഏത് സെറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, സോ അവിടെ ഒരു സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. A is equal to X such that X belongs to W. W എന്ന് പറഞ്ഞാൽ ഒന്നല്ല, whole numbers-നെയാണ്. ഓക്കെ, സോ 3 less than or equal to X less than 10. അതായത് 3ന്റെയും 10ന്റെയും ഇടയിലുള്ള whole numbers. അതെന്തൊക്കെയാണ്? നമുക്ക് റോസ്റ്റർ ഫോമിൽ വേണമെങ്കിൽ എഴുതാം. equal to 3. സോ ദാറ്റ് മീൻസ് A എന്ന് പറയുന്ന സെറ്റ് എന്താണ്? A is equal to നമുക്ക് എഴുതാം 3 4 5 6 7 8 9. 10 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അവിടെ എന്തില്ല? ഈക്വാലിറ്റി ഇല്ല. സോ ഈ ഒരു സെറ്റ് ഏത് ടൈപ്പാണെന്നാ ചോദിച്ചത്? സിംഗിൾട്ടൺ ആണോ? അല്ല. ഇതിൽ ഒന്നിൽ കൂടുതൽ എലമെന്റ് ഉണ്ട്. നൾ സെറ്റ് ആണോ? അല്ല, ബിക്കോസ് ഇത് എന്തുണ്ട്? എലമെന്റ്സ് ഉണ്ട്. ഇൻഫൈനൈറ്റ് ആണോ? അല്ല, ഫൈനൈറ്റ് ആണ്. കാർഡിനൽ നമ്പർ കൗണ്ട് ചെയ്യാൻ പറ്റും. 1 2 3 4 5 6 7. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഫൈനൈറ്റ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇതാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ആൻസർ വാസ് ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ എംപ്റ്റി സെറ്റ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് എംപ്റ്റി സെറ്റ്? നമ്മൾ ചോദ്യം കാണുമ്പോൾ വിചാരിക്കും, സാറേ 5 അല്ലേ എംപ്റ്റി സെറ്റ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ 5 എംപ്റ്റി സെറ്റ് ആവോ? ഇല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്താണ്? അതായത് 5ന്റെ ചുറ്റും ഒരിക്കലും എന്ത് വരൂല? ബ്രേസ് വരൂല. ബ്രേസ് വന്നാൽ അതിൽ ഒരു എലമെന്റ് എന്ന് കൺസിഡർ ചെയ്യും. സോ ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരു എലമെന്റ് ഉണ്ട്. 0 ഇറ്റ് സെൽഫ് എ എലമെന്റ്. അപ്പൊ അത് ബ്രേസിനകത്ത് ഇട്ടാൽ നമ്മൾ വിചാരിക്കും 0 അല്ലേ, അത് നള്ളാണോ? അല്ല, അതെന്താണ്? സെറ്റാണ്. എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് ഏതാണെന്ന് വെച്ചോ, സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ്. നമ്മൾ വിചാരിക്കും അത് ശരിയാണല്ലോ, അങ്ങനെ ഒരു സെറ്റ് ഇല്ല. പക്ഷെ ഉണ്ട്. 2 എന്താണ്? പ്രൈം നമ്പർ ആണ്. 2 എന്താണ്? ഈവണും ആണ്. സോ ഇതും എന്തല്ല? അല്ല. പക്ഷെ ഇവിടെ വേറൊരാളെ കണ്ടോ? ഇഫ് n ബിലോങ്സ് ടു ക്യാപിറ്റൽ N then n ലെസ് ദാൻ 1. ഒന്നിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പറിനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. നാച്ചുറൽ നമ്പർ ഇറ്റ് സെൽഫ് സ്റ്റാർട്ട്സ് ഫ്രോം 1. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. സോ ഇങ്ങനെയാണ് ഇതിലെ ചോദ്യം ചെയ്യുന്നത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇഫ് എ ഇസ് ഇക്വൽ ടു, ഓക്കെ, നമുക്കിവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എ ഇസ് ഇക്വൽ ടു PQRS ആൻഡ് ബി ഇസ് ഇക്വൽ ടു PQRPT. അങ്ങനെയാണെങ്കിൽ ദെൻ എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബി. ഞാൻ പറഞ്ഞു, ഒരു സെറ്റ് വേറൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണെങ്കിൽ അതിലുള്ള എല്ലാ എലമെന്റ്സും ഇതിലുണ്ടാവണം. പി ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ക്യൂ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ആർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്.
എസ് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ എനിക്കിതെന്ത് പറയാൻ പറ്റൂല, സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റൂല, എസ് മിസ്സിംഗ് ആണ്. സോ അതുകൊണ്ട് ആൻസർ എന്താണ്? ഫോൾസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ സിംപ്ലൈസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫൈൻഡ് ദി നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് കണ്ടെയ്നിങ് 10 എലമെന്റ്സ്. പീറ ചോദ്യം നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? നമ്മൾക്കറിയാം നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് കണ്ടുപിടിക്കണ ഇക്വേഷൻ 2n-1. സോ ഇവിടെ 2n എത്രയാ? 10 എലമെന്റും തന്നിട്ടുണ്ട്. സോ 2n-1 ഓപ്ഷൻ സി ഇസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, സോ അടുത്തൊരു സ്ലൈഡിലോട്ട് പോയി നോക്കാം. ഓക്കെ, ഇന്റർവെൽസ്. സോ സെറ്റ്സിന്റെ സെക്കൻഡ് ടോപ്പിക് ആണ് നമുക്ക് പഠിക്കാനുള്ള ഇന്റർവെൽസ്. ഇന്റർവെൽസ് ആസ് സബ്സെറ്റ്സ് ഓഫ് ആർ. ആർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റിയൽ നമ്പർ ആണ്. ഓക്കെ, റിയൽ നമ്പർ സബ്സെറ്റ് ആയി വരുന്ന ഇന്റർവെൽ. ഓക്കെ, സോ ഓപ്പൺ ഇന്റർവെൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ഇന്റർവെൽ ആണ് മെയിൻ ആയി പഠിക്കാനുള്ള. പിന്നെ സെമി ക്ലോസ്, സെമി ഓപ്പൺ ഒക്കെ ഉണ്ട്. സോ നമുക്കത് പിന്നീട് നോക്കാം. സോ ഓപ്പൺ ഇന്റർവെൽ, സോ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ കോമ ബി ബിലോങ്സ് ടു ആർ. ഓക്കെ, റിയൽ നമ്പേഴ്സിലുള്ള ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ്. ഓക്കെ, എ ലെസ് ദാൻ ബി. ഓക്കെ, എ ലെസ് ദാൻ ബി ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയാം, ഡിനോട്ടഡ് ബൈ എ കോമ ബി. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം ടെല്ലിങ് ഓപ്പൺ ഇന്റർവെൽ 2,5. ഓക്കെ, 1 സെക്കൻഡ്, സ്ലൈഡ് പോയി. അതായത് ഇഫ് ഐ എം ടെല്ലിങ് ഓപ്പൺ ഇന്റർവെൽ 2,5. ഓപ്പൺ ഇന്റർവെൽ 2,5 എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് നമ്പർ ഉണ്ട്. രണ്ട് നമ്പറും റിയൽ ആണോ? റിയൽ ആണ്. നമ്മൾ ഇവിടെ നമ്പർ റിയൽ ലൈൻ വരച്ചു. ഇവിടെ ആരുണ്ട്? 2 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ദാറ്റ് മീൻസ് 5 ഓപ്പൺ ഇന്റർവെൽ ആയതുകൊണ്ട് 2ഉം ഇൻക്ലൂഡഡ് അല്ല, 5ഉം ഇൻക്ലൂഡഡ് അല്ല. ഇതിനിടയിലുള്ള എല്ലാ നമ്പറും ഇൻക്ലൂഡഡ് ആണ്. അതായത് ഏതൊക്കെ? 1, 3, 4 മാത്രമാണോ? അല്ല. ഇതിനിടയിലുള്ള ഓരോ നമ്പർ, ലെറ്റ് ഇറ്റ് ബി 2.1, 2.2 or 2.3 or whatever, എത്രയാണെങ്കിലും കുഴപ്പമില്ല, ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സും കൺസിഡർ ചെയ്യും. ഓക്കെ, ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഓപ്പൺ ഇന്റർവെൽ എ ബി. സോ അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ സിമ്പിൾ ആണ്. ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഈക്വൽ സൈൻ ഉണ്ടാവും, രണ്ട് സൈഡും ഈക്വൽ സൈൻ ഉണ്ടാവും. അപ്പോൾ ഓപ്പൺ ഇന്റർവെൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹോൾ ഇടും. നമ്മൾ ഹോൾ ഇടും. നമ്മുടെ ഗ്രാഫ്സിൽ വെരി ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്. അതായത് നമ്മൾ എപ്പോഴും ഹോൾ ഇട്ടാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇംപ്ലൈസ് ഓർ ഇറ്റ് സിഗ്നിഫൈസ്, ഇതിന്റെ സിഗ്നിഫിക്കൻസ് പറയും. അതായത് 2 ഇതിൽ എന്തല്ല, ഇൻക്ലൂഡഡ് അല്ല എന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ ഹോൾ ഇടേണ്ടത്. ആൻഡ് നമ്മൾ ഇങ്ങനെ എഴുതിയാലോ, ക്ലോസ്ഡ് ഇന്റർവെൽ 3,5 എന്ന് എഴുതിയാൽ എനിക്ക് എന്റെ സെറ്റ് എന്ത് എഴുതാൻ പറ്റും? ഞാൻ ഇതിന്റെ റിയൽ ലൈൻ വരച്ചാൽ എനിക്ക് ഇവിടെ 3, ഇവിടെ എനിക്ക് 5. 3 ഉണ്ട്, 5 ഉണ്ട്, പക്ഷെ ക്ലോസ്ഡ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ഷെയ്ഡ് ചെയ്യും. സോ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഇന്റർവെല്ലിൽ 3ഉം ഇൻക്ലൂഡഡ് ആണ്, 5ഉം ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഓൾസോ 3ന്റെയും 5ന്റെയും ഇടയിലുള്ള എല്ലാ എലമെന്റ്സും എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയാ? ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കിക്കോളൂ. ഇതാണ് സെമി ക്ലോസ്ഡും സെമി ഓപ്പണും. ഇവിടെ നോക്ക്, എനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ബിനെ ഷെയ്ഡ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് എനിക്ക് ഇതിന്റെ ഇന്റർവെൽ എങ്ങനെ എഴുതാൻ പറ്റും? എ ഇൻക്ലൂഡഡ് ആണ്, ബി ഇൻക്ലൂഡഡ് ആണോ? അല്ല. ബിനെ ഞാൻ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇവിടെ എ ഇൻക്ലൂഡഡ് അല്ല, സോ എനെ ഓപ്പൺ ചെയ്തു, ബിനെ ഞാൻ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. നമുക്ക് ഈസിയാണ് കണ്ടുപിടിക്കാൻ. ആൻഡ് ലെങ്ത് ഓഫ് എനി ഇന്റർവെൽ, ഒരു ഇന്റർവെല്ലിൽ എത്ര ലെങ്ത് ആണെന്ന് നോക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ 3 to 9. ഓക്കെ, ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ 9 - 3 ചെയ്താൽ മതി. ഓക്കെ, അപ്പർ ലിമിറ്റ് ഏതാ? 9, ലോവർ ലിമിറ്റ് 3. സോ ദാറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ ഇന്റർവെൽസ് സിമ്പിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് എന്ത്? വെൻ ഡയഗ്രാം. സോ വെൻ ഡയഗ്രാം എന്താ നമുക്ക് നോക്കാം. വെൻ ഡയഗ്രാം മീൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ മീൻസ് ഓഫ് വെൻ ഡയഗ്രാം. അതായത് സെറ്റ്സ് തമ്മിലുള്ള ചില റിലേഷൻസ്, ഓക്കെ, അതിനെ നമ്മൾക്ക് വെൻ ഡയഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. അതായത് JEE ലെവൽ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ വെൻ ഡയഗ്രാം നല്ല രീതിയിൽ പ്ലോട്ട് ചെയ്യാൻ അറിയുമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ us. ഓക്കെ, സോ ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾക്ക് ആദ്യം ഇവർ തന്ന എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് പിന്നീട് നമുക്ക് ഒറ്റയ്ക്ക് എക്സാമ്പിൾ ഉണ്ടാക്കാം. സോ ഇവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. അത് എവിടെയുള്ള? യൂണിവേഴ്സൽ. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ്. ഇവിടെ നോക്ക്, യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഒരു വലിയൊരു സെറ്റ് ഉണ്ടല്ലോ. അതെന്താണ്? ഒരു റെക്ടാംഗിൾ ആണ്. അതിനകത്ത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. സോ എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഞാൻ എന്ത് എഴുതി? 2ഉം 5ഉം 3ഉം എഴുതി. എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ 2ഉം 5ഉം 3 എഴുതി. ഇനി യൂണിവേഴ്സൽ സെറ്റിൽ എന്തൊക്കെയുണ്ട്? 1 2 3 4 5 6 7.
എനിക്ക് ഒരു നമ്പർ 2 പ്രാവശ്യം എഴുതാൻ പറ്റുമോ? ഇല്ല, ഒന്നൊരിക്കലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തും? 2, 3, 5 ഒഴികെയുള്ള ബാക്കി എല്ലാ നമ്പറും ഈ റെക്ടാങ്കിളിനകത്ത് എഴുതും. സോ സിംപ്ലി പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണല്ലോ എ. ആണ്, യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ് എന്ത്? എ. ഓക്കെ, സോ യൂണിവേഴ്സൽ സെറ്റിനകത്ത് എന്തുണ്ട്? എയുടെ എല്ലാ എലമെന്റ്സും ഉണ്ട്, എയിൽ ഇല്ലാത്ത എലമെന്റ്സും എവിടെ ഉണ്ട്? യൂണിവേഴ്സൽ സെറ്റിനകത്ത് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഓപ്പറേഷൻ ഓഫ് സെറ്റ്സ്. സെറ്റ്സ് തമ്മിൽ ചില ഓപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ നമ്പേഴ്സിൽ കുറച്ച് ഓപ്പറേഷൻസ് പഠിച്ചായിരുന്നു, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ. ഇവിടെ സെറ്റ്സ് തമ്മിലുള്ള ഓപ്പറേഷൻ യൂണിയൻ ആണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഓക്കെ, അതായത് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇഫ് ഐ എം ഹാവിങ് എ സെറ്റ്. എനിക്ക് എ എന്നൊരു സെറ്റ് ഉണ്ട്, അതിലുള്ള എലമെന്റ്സ് ആണ് 2, 3, 5. ഓക്കെ, ആൻഡ് ഐ ഹാവ് another set. അതിലുള്ള എലമെന്റ്സ് ഞാൻ വിളിക്കുന്നു 2, 4, 5, 6. അപ്പൊ എനിക്ക് 2 സെറ്റ് കിട്ടിയില്ലേ? എ ഉണ്ട്, ബി ഉണ്ട്. സോ ഐ എം റൈറ്റിംഗ് എ യൂണിയൻ ബി. ഓക്കെ, അതാണ് യൂണിയൻ ഓപ്പറേഷൻ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലുള്ള എല്ലാ എലമെന്റ്സിനെ ഞാൻ ഒന്നിച്ചെഴുതുന്നതാണ് നമ്മൾ എന്ത് പറയാ? എ യൂണിയൻ ബി. സോ ഇവിടെ 2 ഉണ്ട്, സോ ഞാൻ 2 എഴുതി. ഓക്കെ, ഇവിടെ ഒരു 2 ഉണ്ട്, പക്ഷെ ഒരു പ്രാവശ്യം എഴുതാനേ പാടുള്ളൂ, 2 പ്രാവശ്യം സെയിം എലമെന്റ് എഴുതാൻ പാടില്ല. ദെൻ 3 ഉണ്ട്. ഓക്കെ, 5 ഉണ്ട്. ഓക്കെ, ദെൻ 4 ഉണ്ട്. നെക്സ്റ്റ് 6 ഉണ്ട്. ഓക്കെ, ഇതിനാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അതിന് എന്തുണ്ട്? വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ ഉണ്ട്. ആൻഡ് നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷനായി പിന്നീട് നമ്മൾക്ക്, അതായത് +1 ലാസ്റ്റ് ചാപ്റ്ററായി പ്രോബാബിലിറ്റി വരുന്നുണ്ട്, അവിടെ യൂസ് ചെയ്യേണ്ട കുറെ തിയറീസ് ഉണ്ട്. അതുകൊണ്ട് യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായി ഉദ്ദേശിക്കുന്നത് എ ഓർ ബി എന്നാണ്. എന്താണ്? എ ഓർ ബി. എ ഓർ ബി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും, രണ്ടിലും ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ എന്ത് പറയാ? എ ഓർ ബി എന്ന് പറയാ. സോ അതിന്റെ ഒരു വെൻ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതിന്റെ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വെൻ ഡയഗ്രാമിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു റെക്ടാങ്കിൾ, 2 സർക്കിൾ. ഓക്കെ, ഒരു റെക്ടാങ്കിൾ ഉണ്ട്, 2 സർക്കിൾ ഉണ്ട്. മേ ബി ആ 2 സർക്കിൾ തമ്മിൽ കോയിൻസൈഡ് ചെയ്യാതിരിക്കാം, എന്ത് വേണേലും ആയിക്കോട്ടെ. സോ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റ്സുമായി ബിയിലുള്ള എല്ലാ എലമെന്റ്സുമായി. സോ ഈ ഷെയ്ഡ് ചെയ്ത എല്ലാ റീജിയനും എന്താണ്? എ യൂണിയൻ ബി ആണ്. ഈ എല്ലാ റീജിയനും എന്താണ്? എ യൂണിയൻ ബി ആണ്. ഓക്കെ, സോ ബാക്കിയുള്ളത് അവിടെ ഇരുന്നോട്ടെ, അതിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ആ ഷെയ്ഡ് ചെയ്ത റീജിയനാണ് നമ്മൾ എന്ത് പറയാ? യൂണിയൻ ബി. അതായത് ഒന്നല്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി, രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ടാവാം, ഇല്ലാതെ ഇരിക്കുക. കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ 2 പ്രാവശ്യം നമ്മൾ എഴുതൂല. ഓക്കെ, ആൻഡ് അങ്ങനെയാണെങ്കിൽ അടുത്ത പഠിക്കാനുള്ള ഓപ്പറേഷൻ നമുക്കിവിടെ നോക്കാം. ഒരു ചോദ്യം ഉണ്ട്. ഇഫ് എ is equal to 2, 3, 4, ബി is equal to 3, 4, 5, അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എത്രയാന്നാ? ഇവിടെ 2, 3, 4 ഉണ്ട്, ബി 3, 4, 5 ഉണ്ട്. നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, 3 ഉണ്ട്, 4 ഉണ്ട്. സോ എനിക്ക് 2, 3, 4, 5 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഓക്കെ, 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. സോ ആൻസർ എന്തായിരിക്കും? 2, 3, 4, 5. ഓക്കെ, സോ അടുത്തത് ചോദ്യം നമുക്ക് നോക്കാം. If A and B are 2 sets such that A is subset of B, then what is A union B? കുറച്ച് ട്രിക്കിയാണ്. വെൻ ഡയഗ്രാം അറിയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്. ഓക്കെ, ഫോർ ദാറ്റ് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാനൊരു വെൻ ഡയഗ്രാം വരക്കുവാണ്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എ ആൻഡ് ബി ആർ 2 സെറ്റ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി. അതായത് ബിയുടെ അകത്താണ് എന്തുണ്ടാ? എ ഉള്ളത്. എ സബ്സെറ്റ് ഓഫ് ബി, അതായത് എയിലുള്ള എല്ലാ എലമെന്റും എവിടെയുണ്ട്? ബിയിലുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എ സബ്സെറ്റ് ഓഫ് ബി. ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? ഇനി ഞാൻ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുള്ള എല്ലാ എലമെന്റും. ഇനി ഞാൻ എയും ബിയും എടുത്ത് ഷെയ്ഡ് ചെയ്താൽ എന്തായിരിക്കും മക്കളെ വരിക? എയും ബിയും എടുത്ത് ഷെയ്ഡ് ചെയ്താൽ ബി തന്നെയായിരിക്കും അല്ലേ വരിക? സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും. അടുത്തത് ഓപ്പറേഷൻസ് ഓൺ സെറ്റിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തേക്കേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ. എനിക്കൊരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി. അതായത് ഓക്കെ, യൂണിയൻ കഴിഞ്ഞു. ഓക്കെ, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവിടെ എ ഓർ ബി ആണെങ്കിൽ ഇവിടെ നമ്മൾ പറയാ എ ആൻഡ് ബി ആണ്. എന്താണ്? എ ആൻഡ് ബി ആണ്. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഐദർ എയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും. അല്ല, അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞ? യൂണിയൻ ഓഫ് സെറ്റിനെ എന്താ പറഞ്ഞ? പക്ഷെ ഇവിടെ എന്താണുള്ള? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐദർ അല്ല,
ഇറ്റ് ഹാസ് ടു ബി ഇൻ എ ആസ് വെൽ ആസ് എന്തിലുണ്ടാവണം, ബിയിലും ഉണ്ടാവണം. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ് എന്ന് പറയാ. അപ്പൊ നോക്ക് ഇവിടെ എയിലും ബിയിലുള്ള പാർട്ട്, ഓക്കെ, എ ആൻഡ് ബി എന്ന് പറയും. എയിലും ബിയിലുള്ള റീജിയനെ നമ്മൾ ഈ ഒരു റീജിയൻ ആയിരിക്കും നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പ്ലോട്ട് ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ജോയിന്റ് സെറ്റ്. ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ലിറ്ററൽ മീനിങ് വെച്ച് മനസ്സിലാക്കാം. വെൻ ഡയഗ്രാം വരച്ചാൽ ആ രണ്ട് സെറ്റ്സ് ജോയിൻ ചെയ്യൂല, വാട്ട് എവർ. വേറൊരു കാര്യം, രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് ഇല്ല. കണ്ടോ, എ ഇന്റർസെക്ഷൻ ബി എന്താ, 5. എയിലും ബിയിലും കോമൺ ആയിട്ടില്ല, എന്തില്ല, ഒരു എലമെന്റ് ഇല്ല. എ ഇന്റർസെക്ഷൻ ബി എന്താണ്, 5 ആണ്. അതിന് നമുക്ക് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. സോ ഇവിടെ ഒരു അടിപൊളി ചോദ്യമുണ്ട്. ഈ ഒരു ചോദ്യം ചെയ്താൽ കുറെ കാര്യം ക്ലിയർ ആവും. സോ ഇഫ് എ ഇസ് ഈക്വൽ ടു 3, 5, 7, 9, 11, ബി ഇസ് ഈക്വൽ ടു 7, 9, 11, 13, സി ഇസ് ഈക്വൽ ടു 11, 13, 15 ആൻഡ് ഡി ഇസ് ഈക്വൽ ടു 15, 17, ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. സോ ഇവിടെ ഡിയുടെ ആവശ്യമില്ല. ഓക്കെ, ഡിയുടെ ആവശ്യമില്ല, ഡി അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലുള്ളത് കോമൺ ആയി എഴുതാനാണ്. ഓക്കെ, ബി യൂണിയൻ സി അല്ല, കോമൺ അല്ല, അതിലുള്ള എല്ലാ എലമെന്റ്സും എഴുതാനാണ്. സോ 7 എഴുതാം, 9, 11, 13, 15. ഓക്കെ, ബി യൂണിയൻ സി എഴുതി. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ, എയും ബി യൂണിയൻ സിയും ഞാൻ എന്ത് ചെയ്യണം, കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എടുക്കണം. സോ വാട്ട് ഐ ഹാവ് ടു ഫൈൻഡ് ഇസ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എയിലെ എലമെന്റ്സ് എന്തൊക്കെയാ, 3, 5, 7, 9, 11. സോ 3 അവിടെ ഉണ്ട്, ഇവിടെ 3 ഉണ്ടോ, ഇല്ല. 5 അവിടെ ഉണ്ട്, ഇവിടെ 5 ഉണ്ടോ, ഇല്ല. 7 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ ഒരു എലമെന്റ് ഏതാ, 7. 9 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ 7, 9, 11 അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും, 7, 9, 11 എന്നായിരിക്കും. ഓപ്ഷൻ ഏതാ, എ ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ഭയങ്കര ഈസി ആയിരുന്നത്. അടുത്ത നമ്മൾക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ്സ് തമ്മിലുള്ള സബ്ട്രാക്ഷൻ. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ വെൻ ഡയഗ്രാം വെച്ച് മനസ്സിലാവുകയാണെങ്കിൽ എയിൽ നിന്ന് ബി കോമൺ ആയിട്ടുള്ള റീജിയൻ മൊത്തം എന്ത് ചെയ്യും, അങ്ങ് സബ്ട്രാക്ട് ചെയ്യും. സോ പ്യൂർലി നമ്മൾക്ക് കിട്ടുന്നത് എ മാത്രമായിരിക്കും കിട്ടുന്നത്. അതായത് ബിയിലും എയിലും കോമൺ ആയിട്ടുള്ള റീജിയൻ മൊത്തം സബ്ട്രാക്ട് ചെയ്യും. സോ ഇവിടെ ഞാനൊരു വെൻ ഡയഗ്രാം വരയ്ക്കുക. അവിടെയുള്ള സെയിം വെൻ ഡയഗ്രാം ഞാൻ ഇവിടെ വരയ്ക്കുവാണ്. ഓക്കെ, എനിക്ക് എ എന്നൊരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സെറ്റിനെ ഞാൻ എ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ സോ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ആര് പോയി, ബി പോയി. പിന്നെ ബാക്കി വരുന്ന റീജിയൻ ഏതാ, ഇത് മാത്രമാണ്. ഇതിനാണ് ഞാൻ എന്ത് പറയാ, എ മൈനസ് ബി എന്ന് പറയുക. സോ ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ. ഓക്കെ, സോ സിമിലർലി ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ, ബിയിൽ നിന്ന് എ പോയത്, ഈ ഒരു റീജിയൻ ആണ് എന്ത്, ബി മൈനസ് എ. അടുത്തത് നമുക്കൊരു നല്ലൊരു ചോദ്യം തന്നിട്ടുണ്ട്. സോ ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ട മിനിമം റിക്വയർമെന്റ്സ് കുറച്ച് ബേസിക് മാത്സ് അറിഞ്ഞിരിക്കണം. അതായത് നമുക്കൊരു കാര്യം അറിയാം, അതായത് റിയൽ നമ്പേഴ്സ്. ഓക്കെ, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ എന്ത് പറയാ, റിയൽ നമ്പർ എന്ന് പറയാ. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞ റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആണ് എന്ത്, റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇഫ് R is the set of real numbers, okay, R is the set of real numbers and Q is the set of rational numbers, then R minus Q is. റിയൽ നമ്പറിൽ നിന്ന് റാഷണൽ നമ്പേഴ്സ് ഒക്കെ പോയാൽ പിന്നെ അവിടെ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ, ഇറാഷണൽ നമ്പേഴ്സ് മാത്രമേ ബാക്കി ഉണ്ടാവൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി അല്ലേ. നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സിന്റെയും ഇറാഷണൽ നമ്പേഴ്സിന്റെയും യൂണിയൻ ആണ്. അതായത് ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അതിനെ ഒന്ന് കളക്റ്റീവ്ലി പറയാണ് എന്ത്, റിയൽ നമ്പേഴ്സ്. അതിലുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സ് പോയാൽ പിന്നെ ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ, ഇറാഷണൽ നമ്പേഴ്സ്. ഓപ്ഷൻ എന്താണ്, ഡി ആണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സിമെട്രിക് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്. രണ്ട് സെറ്റ് തമ്മിലുള്ള സിമെട്രിക് ഡിഫറൻസ്. സോ സിമെട്രിക് ഡിഫറൻസിനെ നമ്മൾ യൂഷ്വലി ഡെൽറ്റ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എ ഡെൽറ്റ ബി, അല്ലെങ്കിൽ എ ട്രയാങ്കിൾ ബി, അങ്ങനൊക്കെ പറയും, എ സിമെട്രിക് ബി എന്നൊക്കെ പറയും. സോ അതിന്റെ ഇക്വേഷൻ നോക്കിക്കോളൂ. എ ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഓക്കെ, സിമ്പിളായി പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ, എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഈ ഒരു ഫിഗർ, അതായത് കോമൺ ആയിട്ടുള്ള റീജിയൻ അല്ലാത്ത ബാക്കി എല്ലാത്തിനെയും നമ്മൾ എന്ത് പറയും, സിമെട്രിക് ഡിഫറൻസ്. അങ്ങനെയാണ് എ ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ. അതായത് സിമ്പിളായി പറഞ്ഞാൽ എ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു
ഐ ഹാവ് ടു സെറ്റ്. അപ്പൊ എ ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള റീജിയൻ ഒഴികെയുള്ള ബാക്കി എല്ലാ റീജിയനാണ് നമ്മൾ എന്ത് പറയാ, എ ഡെൽറ്റ ബി എന്ന് പറയാ. സോ ദാറ്റ് മീൻസ് എ ഡെൽറ്റ ബി ചെയ്താലും ബി ഡെൽറ്റ എ ചെയ്താലും ആൻസർ എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. അടുത്ത പഠിക്കാനുള്ളത് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി റിവേഴ്സ് ആണ്. അതായത് സെറ്റ് എയിൽ ഇല്ലാത്ത എല്ലാ എലമെന്റ്സിനെയും എന്ത് പറയും, എ കോംപ്ലിമെന്റ് എന്ന് പറയും. സോ സെറ്റ് എ അല്ല നമ്മൾ ഷെയ്ഡ് ചെയ്യുക, ഈ ഒരു ഭാഗമായിരിക്കും ഷെയ്ഡ് ചെയ്യുക. സെറ്റ് എയിൽ ഇല്ലാത്ത എല്ലാ എലമെന്റ്സിനും നമ്മൾ എന്ത് പറയും, എ കോംപ്ലിമെന്റ് പറയും. ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് ഇഫ് ഐ എം ഹാവിംഗ് എ സെറ്റ്, ഓക്കെ, suppose if I am having a set, okay, let me draw. Suppose if I am having a set A is equal to 5, 6, 7, 8. Okay, അതിനു മുമ്പ് എനിക്കൊരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. 1, 2, 3, 5, 6, 7, 8, 12. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. സോ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലുള്ള എല്ലാ എലമെന്റും മാറ്റി എഴുതിയാൽ മതി. സോ എന്തൊക്കെ ഒഴിവാക്കണം, 5 ഒഴിവാക്കണം, 6 ഒഴിവാക്കണം, 7 ഒഴിവാക്കണം, 8 ഒഴിവാക്കണം. സോ ബാക്കി എന്തൊക്കെയുണ്ട്, 1, 2, 3, 12. സോ ഇതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇവിടെ ആ ഒരു ഫിഗർ കൊണ്ട് മനസ്സിലായി. സോ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ലെറ്റ് എ ഈസ് ഇക്വൽ ടു 2, 3, 4, 5, 6 ആൻഡ് ബി ഈസ് ഇക്വൽ ടു 3, 4, 5, 9, 12. ദെൻ ഫൈൻഡ് എ ട്രാൻസ്പോസ് ബി. ഓക്കെ, സിമ്പിൾ ആണ്. നമുക്ക് എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ഡെൽറ്റ ബി. എ ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഓക്കെ, സോ ഇവിടെ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആദ്യം എ മൈനസ് ബി ചെയ്യാം. സോ എ മൈനസ് ബി ചെയ്യുമ്പോൾ ഏതൊക്കെ എലമെന്റ് പോവും, എയിൽ നിന്ന് ബിയിലുള്ള എലമെന്റ്സ് ഒക്കെ പോവും. സോ 3ഉം 4ഉം പോവും. ഓക്കെ, 3 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, സോ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ പിന്നെ ശേഷിക്കുന്ന എലമെന്റ്സ് എന്തൊക്കെയാ, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കി വരുന്ന എലമെന്റ്സ് 2, 6 ആണ്. ഓക്കെ, ആൻഡ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ അവിടെ ശേഷിക്കുന്ന എലമെന്റ് എന്തൊക്കെ പോവും, 3ഉം 4ഉം 5ഉം പോയാൽ 9ഉം 12ഉം ആണ്. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ അവിടെ ശേഷിക്കുന്ന എലമെന്റ് 9ഉം 12ഉം ആണ്. ഇനി ഇത് തമ്മിലുള്ള യൂണിയൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2, 6, 9, 12. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ബി, ഓപ്ഷൻ ബി. ഇതാണ് നമ്മുടെ എന്തിന്റെ സിമെട്രിക് ഡിഫറൻസ്. എ ഡെൽറ്റ ബി, എ ട്രാൻസ്പോസ് ബി, വാട്ട് എവർ, എങ്ങനെ വേണേലും നമുക്ക് അതിനെ പറയാം. ഓക്കെ, സോ ഈസിയാണ് അത് കണ്ടുപിടിക്കാൻ. ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. സോ നെക്സ്റ്റ് ഇവിടെ ഒരു ചോദ്യമുണ്ട്, ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6. പിന്നെ അതിൽ ലെറ്റ് യു യൂണിവേഴ്സൽ സെറ്റ് എ ഈസ് ഈക്വൽ ടു 2, 3, ബി ഈസ് ഈക്വൽ ടു 3, 4, 5. ദെൻ ഫൈൻഡ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്ത എല്ലാ എലമെന്റ്സും. സോ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 2ഉം 3 ഒഴികെ ബാക്കിയെല്ലാം എഴുതിയാൽ മതി. സോ 1, 4, 5, 6 അതാണ് എന്ത്, എ കോംപ്ലിമെന്റ്. ഇനി ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബിയിൽ ഇല്ലാത്ത എല്ലാ എലമെന്റും, 3, 4, 5 അല്ലാത്ത എല്ലാം. സോ 1, 2, 6, 1, 2, 6. കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. കണ്ടുപിടിക്കേണ്ടത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാ, 1 and 6 അല്ലെ. 1 and 6 ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. സോ ആൻസർ എന്താ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ ഇതത് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, യൂസ് വെൻ ഡയഗ്രാം ടു പ്രൂവ് ദാറ്റ് എ മൈനസ് ബി ഇസ് ഇക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇത് പ്രൂവ് ചെയ്യാൻ സിമ്പിൾ അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, 2 വെൻ ഡയഗ്രാം വരക്കണം, എന്നിട്ട് രണ്ടും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ ഒരു വെൻ ഡയഗ്രാം വരക്കുവാണ്. ഓക്കെ, ഐ ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് എ സ്ക്വയർ ഓർ റെക്ടാങ്കിൾ ഓർ വാട്ട് എവർ. ആൻഡ് 2 സെറ്റ് ഉണ്ടാവും, എ ഉണ്ട്, ബി ഉണ്ട്. സോ എ മൈനസ് ബി, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബി പോയി, പിന്നെ ബാക്കി വരുന്ന റീജിയൻ ഏതാ, ഇതാണ് നമ്മുടെ എ മൈനസ് ബി. ഓക്കെ, ഈസ് ഈക്വൽ ടു അടുത്ത വെൻ ഡയഗ്രാത്തിൽ എന്താ പറയുന്നത്, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതായത് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു റീജിയൻ, ഈ പറയുന്ന എല്ലാ റീജിയനും, ഞാനിവിടെ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്യുന്ന എല്ലാ, ഇത് എ ആണ്, ഇത് ബി ആണ്. ഞാനിവിടെ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്യുന്ന എല്ലാ റീജിയനും എന്ത് വരും, ബി കോംപ്ലിമെന്റ് എന്ന് വരും.
ബി കോംപ്ലിമെന്റിലും എയിലും കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാന്നാ ചോദിച്ചത്. ബി കോംപ്ലിമെന്റിലും എയിലും കോമൺ ആയിട്ടുള്ള റീജിയൻ ഈ ഭാഗമാണ് എന്താ കോമൺ ആയിട്ടുള്ള റീജിയൻ. കണ്ടോ, രണ്ടും എന്താണ് സെയിം ഫിഗർ തന്നെയാണ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള റീജിയൻ ഇതാണ്, ഇവിടെ കോമൺ ആയിട്ടുള്ള റീജിയൻ ഇതാണ്. സോ രണ്ടും സെയിം ഫിഗർ. സോ അതുകൊണ്ട് നമ്മൾ വെൻ ഡയഗ്രാം വെച്ച് ഇത് പ്രൂവ് ചെയ്തു. ഈസി. ഇനി ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സിന്റെ കുറച്ച് ലോ ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും സെയിം ആണ്. പിന്നെ അസോസിയേറ്റീവ് എ യൂണിയൻ ബി യൂണിയൻ സിയും എ യൂണിയൻ ബി യൂണിയൻ സിയും സെയിം ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടീവ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സിയും എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സിയും സെയിം ആയിരിക്കും. ഐഡംപോർട്ടന്റ് ലോ, അതായത് എയിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ് എ തന്നെയാണ്, എ യൂണിയൻ എയും എന്തായണം എ തന്നെയാണ്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ ഡിമോഗൻസ് ലോ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. കാർഡിനാലിറ്റി വെച്ചുള്ള കുറച്ച് റൂൾസ്. പിന്നെ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതായത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അതായത് എ യൂണിയൻ ബി ചെയ്തു, അതിലില്ലാത്ത എല്ലാ എലമെന്റും വിൽ ബി ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ചെയ്ത് ബി കോംപ്ലിമെന്റ് ചെയ്ത് അതിലുള്ള കോമൺ എലമെന്റും സെയിം ആയിരിക്കും. സോ സിമിലർലി എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഐഡന്റിറ്റി ലോ, കോംപ്ലിമെന്റ് ലോ ഒക്കെ സാധാ പണ്ട് പഠിച്ച സെയിം കാര്യം തന്നെയാണ്. അതായത് എ ഇന്റർസെക്ഷൻ യു, അതായത് യൂണിവേഴ്സൽ സെറ്റിലും എയിലും കോമൺ ആയിട്ടുള്ളത് എന്തായിരിക്കും എ തന്നെയായിരിക്കും. ഓക്കെ, എയിലും നൺ സെറ്റിലും കോമൺ ആയി കൂട്ടി എഴുതിയാൽ എ തന്നെയായിരിക്കും കിട്ടുക. കോംപ്ലിമെന്റ് ലോ, എ കോംപ്ലിമെന്റും എ യൂണിയനും കൂട്ടി എഴുതിയാൽ എന്ത് കിട്ടും യൂണിവേഴ്സൽ സെറ്റ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും 5 ആയിരിക്കും. ഓക്കെ, അതിലെന്തായാലും കോമൺ ആയിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, ഓബ്വിയസ് ആണ്. സോ ഇതാണ്. സോ ഇത് വെച്ച് നമുക്കൊരു ചോദ്യം ഉണ്ട് അടുത്ത്. ഇഫ് u is equal to 1, 2, 3, 5, 6, 7, 8, 9, a is equal to 2, 4, 6, 8 and b is equal to 2, 3, 5, 7, verify that a union b all complement is equal to a intersection അല്ല a complement intersection b complement. സോ നമുക്ക് ആദ്യം a യൂണിയൻ b ചെയ്യാം. a യൂണിയൻ b ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയാ കിട്ടുക? a യൂണിയൻ b എന്ന് പറഞ്ഞാൽ 2, 4, 6, 8. സോ ഞാൻ ഇവിടെ a യൂണിയൻ b എഴുതുവാണ്. a യൂണിയൻ b is equal to 2, 4, 6, 8. സോ 2 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 3 എഴുതണം, 4 എഴുതണം, 5 എഴുതണം, 6 എഴുതണം, 7 എഴുതണം, 8 എഴുതണം. ഇതാണ് എന്ത് എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 9 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ നമുക്ക് കിട്ടും എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 9 അല്ലേ? അല്ല, 9 and 1, 9ഉം 1ഉം ഉണ്ടാവും. ഓക്കെ, ഇനി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, ദിസ് വിൽ ബി ഈക്വൽ ടു എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്തൊക്കെയാ നോക്കാം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തത് 2, 4, 6, 8. ദാറ്റ് മീൻസ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9. ബി കോംപ്ലിമെന്റ് എന്താ നോക്കാം. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1, 4, 6, 8, 9. സോ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താ? എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ളത് 1 കോമൺ ആണ്, 9 കോമൺ ആണ്. സോ എനിക്ക് എന്ത് ചെയ്താം ഇസ് ഈക്വൽ ടു സോ ഇവിടെ കോമൺ ആയിട്ടുള്ളത് എഴുതുമ്പോൾ 1, 9 ഈസ് ഈക്വൽ ടു വാട്ട്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? പ്രൂവ് ചെയ്യാൻ പറ്റി. സോ ദിസ് വാസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. നമ്മൾക്ക് ഈസിലി പ്രൂവ് ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത് എന്താ? എ യൂണിയൻ ബി ചെയ്യുക, അതിന്റെ കോംപ്ലിമെന്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, അതിന്റെ ഇന്റർസെക്ഷൻ ചെയ്യുക. ഓക്കെ, രണ്ടും ഈക്വൽ ആണോ നോക്കുക. ഈക്വൽ ആണ്. ഓക്കെ, സോ ദാറ്റ് വാസ് എ ഈസി ക്വസ്റ്റ്യൻ. സോ അടുത്തൊരു ചോദ്യം ഉണ്ട്. ലെറ്റ് യു ഇസ് ഇക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എ ഇസ് ഇക്വൽ ടു then a intersection b complement is equal to. Okay, b complement കാണണം. സോ ആദ്യം ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക. എ ഓൾറെഡി തന്നിട്ടുണ്ട്, ബി കോംപ്ലിമെന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ്. സോ 6ഉം 7ഉം ആണെങ്കിൽ അതല്ലാത്ത ബാക്കി എല്ലാം എഴുതിയാൽ മതി. സോ എന്തൊക്കെയാണ് ബി കോംപ്ലിമെന്റ്? 1, 2, 3, 4, 5, 8, 9. ഇതാണ് എന്ത് ബി കോംപ്ലിമെന്റ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. സോ എയിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ളത് എന്തൊക്കെയാ? എയിലും ബി നോക്ക്, എ ഇതാണ്. ഓക്കെ, ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 1, 2, 5. സോ ദാറ്റ് മീൻസ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 1, 2, 5. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 1, 2, 5 എന്ന് പറഞ്ഞാൽ എന്താ?
നമുക്കിത് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ലേ? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇവിടെ നോക്ക് 6 ഉണ്ട് 7 ഉണ്ട്. ഇവിടെ 6 and 7. സോ 6 and 7ന്റെ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? 1, 2, 3, 4, 8, 9. ആൻഡ് എയിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ളത്, എയിലും ബി കോമണിലും കോമൺ ആയിട്ടുള്ളത് എന്തൊക്കെയാ? 1, 2, 5. അതെന്ത് തന്നെയാണ്? എ തന്നെയല്ലേ കിട്ടിയത്? സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, എ. ഈസിലി ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും. ട്രിക്കിയാണ്, പക്ഷെ ഈസിലി ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം കറക്റ്റ് ആണോ. യെസ്, കറക്റ്റ് ആണോ നമ്മൾ ചെയ്തത്, അതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ടു മേക്ക് ഈച്ച് ഓഫ് ദി ഫോളോവിങ് എ ട്രൂ. നമ്മൾ ഇത് പഠിച്ച പ്രോപ്പർട്ടീസ് ആണ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റിലും എയിലും ഉള്ളതൊക്കെ ഒന്നിച്ച് എഴുതിയാൽ വിൽ ബി ഗെറ്റിംഗ് യൂണിവേഴ്സൽ സെറ്റ് ഡെഫിനറ്റ്ലി. 5 കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ്. ഇന്റർസെക്ഷൻ എ, രണ്ടിലും ഇന്റർസെക്ഷൻ എന്താ? എ ആയിരിക്കും. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് അതെന്തായിരിക്കും? 5 ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റ് കോംപ്ലിമെന്റ് 5 ഇന്റർസെക്ഷൻ എ എന്തായിരിക്കും? എയിലും 5ലും കോമൺ ആയിട്ടുള്ളത് എന്താ? എ. സോ 5. സോ ആൻസർ വിൽ ബി യു എ 5. നോക്ക്, യു എ 5. ഈസിലി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ദിസ് വാസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ്, ഇഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി. എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആണെങ്കിൽ അവിടെ പിന്നെ ഒറ്റൊരു കണ്ടീഷനേ ഉള്ളൂ, എയും ബിയും ഈക്വൽ ആവണം. അല്ലെങ്കിൽ അതൊരിക്കലും അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. നമുക്ക് വേണമെങ്കിൽ വെൻ ഡയഗ്രാം വെച്ച് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ കറക്റ്റ് ആയിരുന്നല്ലോ ആൻസർ. യെസ്. സോ നെക്സ്റ്റ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ്, അതായത് കാർഡിനാലിറ്റി. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡിമോഗൻസ് ലോ എന്നൊക്കെ പറയും. അതായത് എൻ ഓഫ് എ യൂണിയൻ ബി, അതായത് എ യൂണിയൻ ബി ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ കാർഡിനാലിറ്റി, അതായത് അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് നോക്കി അതിനെ സം എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇങ്ങനെ ചെയ്താൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എൻ ഓഫ് എ യൂണിയൻ ബി. സിമിലർലി എൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സോ ഇത് നമുക്ക് പ്രോപ്പർലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 60 സ്റ്റുഡൻസ് 36 റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. അതായത് ഒരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ 36 പേര് എന്തോ വായിക്കുന്നുണ്ട്? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. 22 റീഡ് ഹിന്ദി. ഓക്കെ, സോ ഞാൻ ഇവിടെ എഴുതുവാണ്, യൂണിവേഴ്സൽ സെറ്റിൽ എത്ര പേരുണ്ട്? 60 പേരുണ്ട്. ഓക്കെ, അതിൽ 36 റീഡ് ഇംഗ്ലീഷ്. സോ എനിക്ക് എൻ ഓഫ് ഇ എഴുതാൻ പറ്റും. എൻ ഓഫ് ഇ 36. 22 റീഡ് ഹിന്ദി. സോ എൻ ഓഫ് എച്ച് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 22 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ വാട്ട് ഐ ഹാവ് ടു ഡു ഹിയർ ഈസ് 12 റീഡ് നൈദർ ഓഫ് ദി 2. 12 പേര് ഒന്നും വായിക്കണില്ല. ഹൗ മെനി റീഡ് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ന്യൂസ് പേപ്പർ? കണ്ടുപിടിക്കേണ്ടത് എന്താ? എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉള്ളൂ, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ യൂണിയൻ ബി. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്ട്ലി വെൻ ഡയഗ്രാം വെച്ച് സിമ്പിൾ ആയി കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, നമ്മളൊരു വെൻ ഡയഗ്രാം വരക്കുവാണ്. സോ ഇവിടെ ഇൻ എ ഗ്രൂപ്പ് ഓഫ് 60 സ്റ്റുഡൻസ്. സോ യൂണിവേഴ്സൽ സെറ്റിൽ എത്ര ആൾക്കാരുണ്ട്? 60 ആൾക്കാരുണ്ട്. ഓക്കെ, 2 സെറ്റ് വരച്ചു. ഓക്കെ, അതിൽ നമ്മളെടുത്തൊരു കാര്യം കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇതാണ്, എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച് ആണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആൻഡ് 12 റീഡ് നൈദർ ഓഫ് ദി 2. 12 പേര് ഈ കാറ്റഗറിയിലാണ് എന്ത് ചെയ്യണത്? ബിലോങ് ചെയ്യണത്. 12 പേര് ഈ ഒരു കാറ്റഗറിയിലാണ് ബിലോങ് ചെയ്യണത്. സോ ദാറ്റ് മീൻസ് നമ്മൾക്ക് ഇവിടെ എൻ ഓഫ് എ യൂണിയൻ ബി കിട്ടും. യൂണിവേഴ്സൽ സെറ്റ് ഇത് മൈനസ് ചെയ്താൽ എനിക്ക് എൻ ഓഫ് എ യൂണിയൻ ബി കിട്ടൂലേ? സോ എൻ ഓഫ് എ യൂണിയൻ ബി, നമ്മുടെ ഈ ഒരു കേസിൽ പറയുവാണെങ്കിൽ എ എത്രയാ? ഇ ആണ്. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് ഹിയർ എൻ ഓഫ് ഇ യൂണിയൻ എച്ച് ഇസ് ഈക്വൽ ടു 60 മൈനസ് 12 വിച്ച് ഈസ് ഈക്വൽ ടു 48 എന്ന് പറയാം. നമ്മൾക്ക് നോർമൽ ആയിട്ടുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? എൻ ഓഫ് ഇ യൂണിയൻ എച്ച് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ഇ പ്ലസ് എൻ ഓഫ് എച്ച് മൈനസ് എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച് എന്ന് പറയാൻ പറ്റും. എൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എത്രയാ? എൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 36 പ്ലസ് എൻ ഓഫ് എച്ച് എത്രയാ? 22 മൈനസ് എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച് എത്രയാ? നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അറിയില്ല, എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, എൻ ഓഫ് ഇ യൂണിയൻ എച്ച് നമ്മൾ കണ്ടുപിടിച്ചു 48. ഓക്കെ, എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു
36 plus 22 58 minus 48 x is equal to 10 എന്ന് കിട്ടും. സോ ആൻസർ വിൽ ബി 10 ഓപ്ഷൻ ഡി. ഓക്കെ, ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ആൻസർ എന്താണ്? ഡി തന്നെയാണ്. സോ ദാറ്റ് വാസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. സോ അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. Let A and B two finite sets such that n of A minus B is equal to 15, n of A union B is equal to 90, n of A intersection B is equal to 30. Find n of B. ഇതും സിമ്പിൾ ആണ്, വെൻ ഡയഗ്രാം വെച്ച് കണ്ടുപിടിക്കാം. സോ ഞാൻ ഇവിടെ ഒരു വെൻ ഡയഗ്രാം വരക്കുവാണ്. ഓക്കെ, വെൻ ഡയഗ്രാം വരക്കുമ്പോൾ ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ വരയ്ക്കുക. രണ്ട് സെറ്റ് ആണുള്ളത്, എയും ബിയും. സോ ദാറ്റ് മീൻസ് എന്ത് വരച്ചാൽ മതി? രണ്ട് സെറ്റ് വരച്ചാൽ മതി. രണ്ട് സെറ്റ് വരച്ച് n of A minus B 15. ദാറ്റ് മീൻസ് ഇവിടെ ഇതിനെ A എന്ന് ഇതിനെ B എന്ന് വിളിച്ചാൽ ഇതിലിവിടെ 15 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, n of A യൂണിയൻ B 90 ആണ്. n of A intersection B 30 ആണ്. n of A intersection B 30 ആണ്. ഫൈൻഡ് n of B ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സിമ്പിൾ അല്ലേ? ഓക്കെ, n of A യൂണിയൻ B 90 എന്ന് തന്നിട്ടുണ്ട്. നോക്ക്, സോ നമുക്കറിയാം n of A യൂണിയൻ B is equal to n of A plus n of B minus n of A intersection B എന്ന് നമുക്കറിയാം. n of A യൂണിയൻ B 90 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, n of A എത്രയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. n of A 30 plus 15 എത്രയാ? 45. ഓക്കെ, പ്ലസ് n of B അറിയില്ല, x എന്ന് വിളിക്കുക. n of A intersection B 30 എന്ന് തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് 45 മൈനസ് 30 15 അല്ലേ? 45 മൈനസ് 30 എത്രയാ? 15. സോ 90 മൈനസ് 15 എന്ന് പറയുമ്പോൾ എത്ര വരും? 90 മൈനസ് 15. സോ 90 മൈനസ് 15 ആണ് എന്ത്? എക്സ്. 90 മൈനസ് 15 എന്ന് പറഞ്ഞാൽ ദി ആൻസർ വിൽ ബി, ഐ തിങ്ക് ദി ആൻസർ വിൽ ബി 75. സോ എക്സ് വിൽ ബി ഈക്വൽ ടു 75. നമുക്ക് നോക്കാം ആൻസർ ശരിയാണോ. യെസ്, വെരി ഗുഡ്. സോ ആൻസർ എത്രയാണ്? 75 ആണ്. സോ ദാറ്റ് വാസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. വി ആർ വൺ ഷോട്ട് വീഡിയോ ആണ്. സോ വി ആർ എൻഡിങ് ടുവേർഡ്സ് എൻഡ് ഓഫ് ടുഡേസ് സെഷൻ. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റായി പഠിക്കാനുള്ളത് 3 സെറ്റ് വെൻ ഡയഗ്രാം ആണ്. അതായത് 3 സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വെൻ ഡയഗ്രത്തിനകത്ത് തന്നെ 3 സെറ്റും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ അതിന് നമ്മൾക്ക് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ റീജിയൻ, ഈ റീജിയനൊക്കെ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് എന്താണ്? എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വേറെ കാര്യം, ഓൺലി എ, ഈ 1 എന്ന് പറയുന്ന റീജിയൻ ഇല്ലേ, ഇതിനെ എനിക്ക് എന്ത് പറയാം? ഓൺലി എ എന്ന് പറയാം. ആൻഡ് 2 എന്ന് പറയുന്ന റീജിയൻ ഇല്ലേ, ഓൺലി ബി, കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നുമില്ല. 3 എന്ന് പറയുന്ന റീജിയൻ ഓൺലി സി. സോ ഇങ്ങനെ നമ്മൾക്ക് വെൻ ഡയഗ്രാം വെച്ച് ചെയ്യാം. ഓക്കെ, സോ എ ആൻഡ് ബി ബട്ട് നോട്ട് സി. കണ്ടോ, എയിലും ഉണ്ട് ബിയിലും ഉണ്ട്, പക്ഷെ എവിടെ ഇല്ല? സിയിലില്ല. അതിനെനിക്ക് 1 എന്ന് വിളിക്കാമല്ലോ, കാരണം ഇത് സിയിലുള്ള റീജിയൻ ആണ്. സോ സിമിലർലി ബി ആൻഡ് സി, കണ്ടോ, ബിയിലുണ്ട് സിയിലുണ്ട്, പക്ഷെ എവിടെ ഇല്ല? എയിലില്ല. അപ്പൊ ആ ഒരു റീജിയൻ ഏതാ? ഇതാണ് 2. 3 എന്ന് പറയുന്ന റീജിയൻ ഇത് നോക്കിക്കോളൂ, എയിലില്ല, സി നോക്ക്, എ ആൻഡ് സി ബട്ട് നോട്ട് ബി. കണ്ടോ, ബിയിലില്ല, എയിലും സിയിലും ഉണ്ട്. അതേതാ? റീജിയൻ 3. സോ ഇങ്ങനെ. സോ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അപ്കമിങ് സ്ലൈഡ്സിലുള്ളത്. ഇത് എ ബി ആൻഡ് സി, എ ബി ആൻഡ് സി എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ് 1. ആൻഡ് 3 സെറ്റ് വെൻ ഡയഗ്രാത്തിന്റെ ഇക്വേഷൻ ആണ് ഇത്. നമ്മൾ സാധാ 2 സെറ്റിൽ പഠിച്ചതാണ്. n of A യൂണിയൻ B is equal to n of A plus n of B minus n of A intersection B. സിമിലർലി ഇവിടെയുള്ള ഇക്വേഷൻ ആണ് n of A യൂണിയൻ B യൂണിയൻ C is equal to n of A plus n of B plus n of C minus n of A intersection B minus n of B intersection C minus n of A intersection C plus n of A intersection B intersection C. ഇത് ആക്ച്വലി ഈസിയാണ്, കാണുമ്പോൾ ഭയങ്കര ലെങ്തി പോലെ തോന്നും. ആക്ച്വലി ഞാൻ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാറില്ല. ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുക. നമുക്ക് ഡയറക്ട്ലി വെൻ ഡയഗ്രാം വെച്ച് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഐ ഗിവിംഗ് യു എസ് എ നമുക്ക് ഒറ്റക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നമ്മൾ ഇതുവരെ പഠിച്ച തിയറി ഒക്കെ വെച്ച് 3 സെറ്റ് വെൻ ഡയഗ്രാം വെച്ച് നമുക്ക് ഇത് ട്രൈ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. സോ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ബ്രീഫായി ഒരു 1 ഷോട്ട് വീഡിയോ ആയിരുന്നു. സെറ്റ്സിന്റെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തില്ല. സോ അത് നമുക്ക് വേറൊരു സീരീസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.